അപ്പം എന്നെ പാടിക്കുന്ന സമയത്ത് പാടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേട്ട കഥയാണ്. ദീപക് സാർ ഇങ്ങനെ, പുള്ളി പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ പൃഥ്വി അതിൻ്റെ അത്. അപ്പോൾ സന്തോഷ് സാറിനെയൊക്കെ കേൾപ്പിക്കുമ്പോഴിങ്ങനെ പറഞ്ഞു ഇത് പുതിയൊരു സിംഗറാണ് ജോബ് കുര്യൻ. അപ്പം പുള്ളി പറഞ്ഞത് പുതിയതല്ല, പഴയ പാർട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അത് അന്ന് ആ ഒരു വീഡിയോയിലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് പറയുന്നില്ല. ഈയിടെ ഒരു ദുബായിലൊരു പുള്ളി പുതിയ ആളല്ല, പഴയ ആളാണ്. അപ്പോൾ അതോ പുള്ളി, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓക്കെ ആയി എന്ന് തോന്നുന്നു, അപ്രൂവ് ചെയ്തു, അത് വെച്ചാൽ മതി, അങ്ങനെ ഒരു സാധനം. ആസ് എ ഫ്രണ്ട് ഐ താങ്ക് ഹിം. അത് പാട്ട് വന്നത് ഒരു വലിയൊരു സന്തോഷമായി എനിക്കും. അതിൻ്റെ പ്രൊമോയ്ക്കൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ഐ വാസ് പ്രൗഡ് ദാറ്റ് ഐ വാസ് പാർട്ട് ഓഫ് ഹിസ് ഫിലിം. കൊള്ളാം, ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൽ തന്നെ ഉണ്ട്. ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും വിളിക്കുന്നത് അങ്ങനെ ഒരു ബന്ധമല്ല, അല്ലെങ്കിൽ വല്ല റെയറസ്റ്റ്. ഇപ്പോൾ ഈയിടെ പുള്ളിക്കൊരു വലിയ അപ്രിസിയേഷനൊക്കെ കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു പുള്ളിയുടെ ഒരു സ്നേഹം, താങ്ക്സ് എടാ, അങ്ങനെ ഒരു നല്ല വല്ലപ്പോഴും. പക്ഷെ എന്നാലും നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ പറ്റുന്നുണ്ട്, അതാണ് ദാറ്റ്സ് വാട്ട് ഐ എം ഹാപ്പി അബൌട്ട്. സ്കൂളിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും ഞങ്ങളൊരു ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം പെട്ടെന്ന് അങ്ങനെ ആവാൻ പറ്റുന്നുണ്ട്, അത് അടിപൊളിയാണ്. എംബ്രാനിലേക്ക് പാടി കഴിഞ്ഞിട്ട് പുള്ളി ഫോണിൽ സംസാരിച്ചിരുന്നു. അളിയാ അപ്പം തന്നെ സ്കൂൾ മോഡലോട്ട്. അതൊരു വലിയ സന്തോഷമല്ലേ നമുക്കൊരു. ഞാനിത് ഓണസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ലുക്കിംഗ് അപ്പ് ദർ, ഹീസ് ഡൂയിങ് റിയലി വെൽ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ, ഇനിയിപ്പോൾ പുള്ളി പഴയ പോലെയൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറുമോ, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നമുക്കൊരു. പക്ഷേ ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് ഓൾ ദ ടൈംസ് വി ഹാവ് മെറ്റ് ഹി ഈസ് ദ സെയിം. എൻ്റെ അടുത്ത് വളരെ അതേപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടിപൊളിയാണ്. ഞാൻ ഒരുമിച്ച് പാടുകയൊക്കെ ചെയ്യാറുണ്ട് സ്റ്റേജിൽ. ഒരു തരത്തിൽ ചിലപ്പോൾ എൻ്റെ സ്കൂൾ ഡേക്ക് വരുമ്പോൾ ഞാൻ അവനെ ഫോഴ്സും ചെയ്തിട്ടുണ്ട്, എടാ ഈ പാട്ട് നീ പാടണം. അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി ഒരുമിച്ച് പാടുകയും. ട്രിവാൻഡ്രത്ത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ സെയിം ബാച്ചാണ്. പുള്ളി ബയോളജി ഗ്രൂപ്പിൽ, ഞാൻ സയൻസ്, അല്ലെ കമ്പ്യൂട്ടർ സയൻസ്. ഹെഡ് ബോയ് ആയിരുന്നു പുള്ളി സ്കൂളിൽ, ഞാൻ കൾച്ചറൽ ഇൻചാർജ്. അപ്പോൾ നല്ല രസമായിരുന്നു. ക്രിക്കറ്റ്, വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ വരും. അമ്മയൊക്കെ ഇപ്പോൾ അവനെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അതൊക്കെ ഒരു സന്തോഷം. അല്ല, ഇതേപോലെ തന്നെ എന്നെ സഹിച്ച് പുള്ളി റെക്കോർഡ് ചെയ്തതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ ചെന്നു, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഞാൻ പറഞ്ഞിട്ടൊക്കെ വരും, പിന്നെയും പെടും. പിന്നെ ഏറ്റവും കംഫർട്ടബിളായിട്ട് പാടുന്ന ടേക്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഫുള്ളി രാത്രിയാകുമ്പോൾ നല്ല മൂടായി, ഇതെനിക്ക് പാടാൻ പറ്റും. പിന്നെ നല്ല രസമായിരുന്നു, കോറസ് എടുക്കലും എല്ലാം സെലിബ്രേഷനായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ആരാണ് അതൊരു പാട്ടിറങ്ങിയിട്ട് ആ സമയത്ത് ചേതന പിയാനോ പഠിക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് ടേക്കൺ 3 year ബ്രേക്ക് പർപ്പസ്ഫുള്ളി. ഞാൻ നന്നായി അത്യാവശ്യം സൂപ്പർ സ്റ്റാറൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ എന്താ പറയണ്ടേ, സോ കോൾഡ് പോപ്പുലറായിട്ടും വരുമാനമൊക്കെ ഉണ്ടായ ഒരു സമയമാണ്. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് അതുകൊണ്ട് നമ്മളാവില്ലല്ലോ ഒരിക്കലും. എന്ന് വെച്ചാൽ അതൊരു റിയാലിറ്റി ഷോയുടെ പോപ്പുലാരിറ്റിയാണ്. അതൊരു അടുത്ത റിയാലിറ്റി ഷോ വരുമ്പം പോകും, അതത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പോളിസിയോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടേതായ ഒരു തനത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളല്ലോ. അപ്പോൾ ശ്രമിക്കണം, അതിന് പഠിക്കണം, കൂടുതൽ അക്വയർ ചെയ്യണം നോളജ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഞാനൊരു 3 വർഷം പിയാനോ പഠിക്കാൻ ചേതനയിൽ പോയിട്ടുണ്ട്. ആ സമയത്താണ് ഉറുമിയൊക്കെ ഇറങ്ങുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ദീപക് സാർ പാട്ട് ഹിറ്റായി അറിഞ്ഞോ? ഞാൻ പറഞ്ഞു ഇല്ല, അറിഞ്ഞില്ല. പാട്ട് ഭയങ്കര സംഭവമായിരുന്നു, ഹിറ്റ്, ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാനൊന്ന് ടി വി ഇല്ല, അന്ന് ഫോണും ഇല്ല. അപ്പോൾ രാവിലെ പിയാനോ ക്ലാസ്സിന് പോകും, രാത്രി ഇറങ്ങും, ഫുൾ ടൈം പ്രാക്ടീസും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇടയ്ക്ക് വിളിച്ചിട്ട് പാട്ട് താനിതുവല്ല അറിയുന്നുണ്ട്. ആണോ, വലിയ നല്ല കാര്യം. ഇങ്ങനെയൊക്കെ ഒരു കാലം. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഹാപ്പി ദാറ്റ് അതൊക്കെ പാടാൻ പറ്റിയല്ലോ, അത് അവരെന്നെ ഒഴിവാക്കിയില്ലല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഉറപ്പായിട്ടും അതിൻ്റെ ഫീലിംഗ് അറിയണമല്ലോ. നമ്മളത് എന്താണ് അത് ഫീൽ ചെയ്യുന്നത്, ഡയറക്ടർ എന്താ ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്ത് ഫീലിംഗ് ആണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അത് നൊസ്റ്റാൾജിയ, സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉള്ളതല്ലേ. അങ്ങനെയാണ്.
അത് എത്രത്തോളം നന്നായിട്ട് നമ്മുടെ മോണിറ്റേഴ്സിൽ അത് എൻജിനീയർ തരുന്നോ നമ്മളൊരു ഹൈയിലോട്ട് എത്തുന്ന പ്രോസസ്സ്. അതെനിക്കത് എല്ലാവരും എൻ്റെ മാത്രമല്ല എല്ലാവരും. ഞാൻ കുറച്ചും കൂടെ മൂടിയാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. അതെല്ലാം കറക്റ്റ് എൻ്റെ അപ്പോൾ പാടിയിട്ട് ആ ദിവസം ഇന്ന് കൊള്ളാം എന്നൊരു ഫീലിംഗ് വന്നാൽ അന്ന് നല്ല രസമായിരിക്കും ടേക്സും. പക്ഷെ അതാണ് പറഞ്ഞത്, അതൊരു ക്ഷമയുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം എന്നോട് നോക്കിയത്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ഞാൻ തന്നെ പറയും ഒരിക്കൽ പാടാം, അത് കഴിഞ്ഞിട്ട് 2-3 ആകുമ്പോഴേക്കും നല്ല പാട്ടുമായിട്ട് നമ്മൾ നല്ല ചേരും, ലിറിക് ബൈ ഹാർട്ടാവും. ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് അതൊക്കെ ഒരു ഇനി അത് അങ്ങനെ കുറേ കാര്യമുണ്ട്. അതിന് ഇതെല്ലാം ഒരു ഒത്തു വരുന്നതാണ്. ചില ദിവസങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോകുന്ന ദിവസങ്ങൾ എക്സലൻ്റ് ആയ ചരിത്രമുണ്ട്. തീരെ ഭയങ്കര പ്രതീക്ഷ പൊളിക്കാമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അതാണ്. ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ എ പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗർ. ഞാൻ ഒരിക്കലും അവകാശപ്പെടാത്തൊരു ടൈറ്റിലാണ് അത്. പ്ലേ ബാക്ക് പ്രൊഫഷണൽ അല്ല ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റാണ് ഹൂസ് ലക്കി ടു ബി പാർട്ട് ഓഫ് സം ബ്യൂട്ടിഫുൾ സോങ്സ് ഇൻ ഫിലിംസ്. ഞാനൊരു പ്ലേ ബാക്ക് ആർട്ടിസ്റ്റാണ് ഒരിക്കലും ഞാൻ പറയാം. പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റൻ്റായിട്ട് ആ മൂഡിലേക്ക് വരാൻ പറ്റണം, ഡെലിവറി ചെയ്യാൻ പറ്റണം, അവരുടെ സമയം കളയാതെ തീർത്ത് വരാൻ പറ്റണം. ദാറ്റ്സ് പ്രൊഫഷണലിസം. ഞാൻ പ്രൊഫഷണലല്ല അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച്. അപ്പോൾ അത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനി ശരിയാകാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ശരിയാക്കാൻ നോക്കും. അതാണ് എല്ലാം ഫീലാണ്. അൾട്ടിമേറ്റ്ലി എന്തിനും ഒരു ഫീൽ എലിമെൻ്റ് ഇല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ ചായ കുടിക്കുന്നത് ഇങ്ങനെ നോക്കും, അപ്പോൾ അതാ കറക്റ്റാണോ ഇത് എല്ലാം ആ ഫീല് കിട്ടിയാലേ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു എനിക്കൊന്ന് കലാകാരന്മാരൊരു പരിധി വരെ അതിലൊക്കെ. അപ്പോൾ നമ്മുടെ ചൂട്, ഭക്ഷണത്തിൻ്റെ ഒരു അളവ് എല്ലാം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പ്രതിഷേധം കാണിക്കൊന്നുമില്ല. ഞാനത് അളവ് കുറച്ച്, മറ്റേതാണെങ്കിൽ നല്ല ആസ്വദിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ടയേഴ്സ് നല്ല കണ്ടീഷനായിരിക്കണം, അല്ലെങ്കിൽ പൊടി കുറവായിരിക്കണം, മൊത്തത്തിൽ ആ ഒരു കൺട്രോൾ അങ്ങനെ കിട്ടിയാൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഓടിക്കാൻ ഇഷ്ടം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം കറക്റ്റ് ചെയ്ത് ഒരു പെർഫെക്ഷനലിസത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ചില സമയത്ത് മോശമായിട്ടും വരും, ചില സമയത്ത് ഗുണമായിട്ടും വരും. ആ ഉറപ്പായിട്ടും സ്റ്റേജിൽ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ സൗണ്ട് ചെക്ക് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ്. നമ്മുടെ നാട്ടിൽ ആ ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇടയ്ക്കൊന്നും അങ്ങനെയില്ല. ഇപ്പോൾ ഒന്ന് വരുന്നു, അപ്പോൾ പ്രേക്ഷകൻ നോക്കുമ്പോൾ മൈക്കുണ്ട് പാടിയാൽ പോരെ, അങ്ങനെയല്ല. അതിനകത്ത് കുറേ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അത്രയും ടെക്നീഷ്യൻസ് ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ബ്യൂട്ടിയാണത്. സ്റ്റേജിൻ്റെ അകത്തെ നമ്മളുടെ മോണിറ്ററിങ്, അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊത്തു വന്ന് നമുക്ക് ആ മ്യൂസിക്കലൊരു ട്രാൻസ് കിട്ടിയാൽ, ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ് അത് പ്രേക്ഷകന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതിൽ പെർട്ടിക്കുലറാണ്. അതിലെല്ലാ അപ്ഗ്രഡേഷൻസും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പെർട്ടിക്കുലറായിട്ട് പറയും ഇവൻസ് ചെയ്യുന്നത് എനിക്ക് ഐ വോണ്ട് MOH മോണിറ്റർ എഞ്ചിനീയർ വേണം, ഇന്ന ആൾ വേണം. അപ്പോൾ എല്ലാവരും പറയും ഇവനെ കൊണ്ട് തോറ്റ് അങ്ങനെ. പക്ഷേ അവർക്കറിയല്ലേ, ഞാൻ അവരോട് ആരും ഹാർഷായിട്ടൊന്നും പറയാറൊന്നുമില്ല. എല്ലാവരും ചേട്ടാ ഇതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പോൾ കാരണം അത് വലിയ ഘടകമാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മളെ കേൾക്കാൻ ഇത്ര പേര് വന്നിരിക്കുമ്പം നമുക്ക് ഏറ്റവും നല്ല ഇത് വിളമ്പണ്ടേ, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഞാൻ നടത്താറുണ്ട്. ഇന്ന ഓഡിയോ കമ്പനീസ് അസോസിയേറ്റ് ചെയ്യുന്ന ആയിരിക്കണം, അവർക്ക് നമ്മളുടെ ടെക് റൈഡർ മീറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കോ ആർട്ടിസ്റ്റ് പ്രാക്ടീസ് മസ്റ്റ്. ഇപ്പോഴും എല്ലാ ഷോയ്ക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ കയറുന്ന പ്രശ്നമില്ല. അവർ മിനിമം 2 ദിവസം പ്രാക്ടീസ് എന്തായാലും ചെയ്യും. അതൊരു റൊട്ടീനാണ്. അത് അങ്ങനെ ചെയ്താലേ എനിക്ക് തൃപ്തിയുള്ളൂ. അല്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ചെയ്യുമ്പം നല്ലോണം പ്രിപ്പയർഡ് ആയിരിക്കണം. ചിലപ്പോൾ ചില മോശമായിരിക്കും, അതൊന്നും പറഞ്ഞു. പക്ഷേ നമുക്ക് നമ്മളോട് സംശയമില്ലാതെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റണം. ഐ ആം പ്രിപ്പയർഡ്. അപ്പോൾ അത് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകനുമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് അവരുടെ അടുത്ത് ഇടപഴകാനും പറ്റും. മറ്റേത് സംശയം കിടക്കും. മറ്റേ പ്രാഞ്ചിയേട്ടനിൽ പറയുന്ന പോലെ പേടി മാറില്ല, കള്ളത്തരം കാണിച്ചിട്ട് സ്റ്റേജിൽ കയറിയാൽ അത് സാധനം പറ്റില്ല. എന്തായാലും ഞാൻ പ്രിപ്പയർഡാണ്. ബാക്കി ലെസ് ലീവ് ഇറ്റ് ടു ദ ഓഡിയൻസ്. ഒരു
ഒരു സർവശക്തൻ. അതിപ്പം പല മുഖമായാലും കുഴപ്പമില്ല. ഉറപ്പായിട്ടുണ്ട് എപ്പോഴും. വരും അവർ മൂഡ്. നമ്മൾ മാക്സിമം നമ്മൾ അത് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഒരുമാതിരിയൊക്കെ വരുമെന്നേ. എല്ലാവരും മനുഷ്യരല്ലേ. നമ്മൾ സ്നേഹത്തോടെ അത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, ഞാൻ ഇന്നലത്തെ ഷോ തന്നെ ഞാൻ സുപ്രിയയുടെ അടുത്ത് പറയാം, വളരെ സ്റ്റിഫായിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ അപ്പം പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളിൽ ഞാൻ അവരോട് ഇൻട്രാക്ട് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ദേ കെയിം അലോങ്. അത് എൻ്റെ സ്വന്തം പാട്ടുകൾ കേൾക്കാത്തവരാണ്, പക്ഷേ നമ്മളതിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞ് മാക്സിമം അവരായിട്ട് നമ്മൾ ബി ട്രൂ എന്നുള്ളതാണ്. നമ്മളവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളായിട്ടങ്ങ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെടുക്കും. സ്വീകരിച്ച ചരിത്രങ്ങളാണ് കൂടുതൽ. പിന്നെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കുടുങ്ങി പോകും. ചിലപ്പോൾ രണ്ടുപേരും നമ്മൾ ഭയങ്കര വഴക്കുള്ളൊരു സ്റ്റേജിൽ നമ്മൾ വിട്ടാൽ നമ്മുടെ കാര്യം പോക്കാണ്. എന്നാൽ പോലും ഓഡിയൻസ് അത് ഒരു പരിധി വരെ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ എന്തും പൊളൈറ്റായിട്ട് പറഞ്ഞാൽ എന്തും പറയാം എന്നുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ഓഡിയൻസിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. അത് കാണിച്ചാൽ ശരിയായില്ല ചേട്ടാ, മോശമാണ്. അപ്പോൾ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. എല്ലാവർക്കും അറിയാം, അവർക്കും മനസ്സിലാവും അത്. ഇപ്പം ചിലർ അത് പാടറാ ഇത് പാടറാ എന്നൊക്കെ പറയുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ. ആ പാട്ട് പാടറാ, അടിച്ചുപൊളി പാടറാ പറയുമ്പോൾ ഞാൻ പറയും, ചേട്ടാ അങ്ങനെ പറയുന്ന മോശമല്ലേ, ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എങ്ങനെ തോന്നും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമമാക്കുന്ന അപ്പോളജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ. അപ്പോൾ പക്ഷേ ഓഡിയൻസായിട്ടൊരു ബന്ധം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു അക്സെപ്റ്റൻസും അതാണ് നമുക്ക് കൂടുതൽ ഹൈ തരുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങ് ചെല്ലുന്നു, അവരിങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് ആ ഷോ വിൽ ബിക്കം എ സെലിബ്രേഷൻ. പിന്നെ ചിന്തിക്കാനില്ല, അതൊരു ഉത്സവമാണ്, ഒരു കുടുംബം പോലെ ആവും. അങ്ങനെ ചില സ്റ്റേജസ് എന്ത് രസമെന്ന് പറയും, അത് വേറെ പറയുമ്പോൾ തന്നെ സന്തോഷം വരും. അതങ്ങനെയാണ് കോൺസേർട്സിനൊരു പ്രത്യേക. പിന്നെ അതുപോലെ സ്വന്തം പാട്ടുകളിൽ നിന്ന് പ്രേക്ഷകൻ തിരിച്ച് പാടുമ്പം അത് കിട്ടുന്ന സന്തോഷം വേറെയാണ്. അപ്പം നമ്മൾ പാടിയ പാട്ടുകൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ സന്തോഷം ഇല്ലെന്നല്ല. ഇപ്പം ഭാവോ പദയാത്രയോ റൂട്ട്സോ അല്ലെങ്കിൽ കണ്ണോട് കണ്ണാടി ഇതൊക്കെ ഫുള്ളൊരു ഓഡിറ്റോറിയം മുഴുവൻ തിരിച്ച് പാടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ക്രിയേറ്ററിന് അതിൽ കൂടുതൽ കിട്ടാനില്ല എന്നുള്ളതാണ്. ഞാനത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആളാണ്. മറക്കും. കയറുന്നവരെ അങ്ങേയറ്റം ടെൻഷനും, കയറിക്കഴിഞ്ഞാൽ ഫുൾ വേറെ പേഴ്സണാലിറ്റി ആവാൻ പറ്റാറുണ്ട്. ബിക്കോസ് ഓഫ് ദി എനർജി ലെവൽസ്. കൂടെ നിൽക്കുന്നവരുമായിട്ടും ഉള്ളൊരു സ്നേഹം അതങ്ങേറ്റം. ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു അപ്രോച്ചും അല്ലെങ്കിൽ പരസ്പര ധാരണ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊന്നും വെച്ച് ഞാൻ സ്റ്റേജിൽ കയറാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺസെർട്ടിന് മുന്നേ എല്ലാം സംസാരിച്ച് ഇങ്ങനെ തോന്നിയെങ്കിൽ അതങ്ങനെയല്ല, അല്ലെങ്കിൽ അത്രയും പ്യുവറായിട്ട് മാക്സിമം ഞാൻ കയറാൻ നോക്കാറുണ്ട്. അപ്പോൾ അതെല്ലാവരും തമ്മിലുള്ളൊരു സ്നേഹം ഓഡിയൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഒരു പ്രയറുണ്ട്. ഞങ്ങൾ ബാൻഡ് ഫുൾ എല്ലാവരും നിന്നിട്ട്, ടീം ഫുള്ള് നിന്നിട്ട് സൈലൻറ്റ് ഒരു പ്രയർ. ഞാൻ എന്തെങ്കിലും ഉറപ്പായിട്ടും നമുക്കൊരു എനർജി, ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രയർ. അത് പിന്നെ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു എല്ലാവരും. പിന്നെ അങ്ങനെ ഒരു റിച്വലുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഓടിച്ചാടി കയറേണ്ടിയൊക്കെ വരും ചില സ്റ്റേജിൽ. അങ്ങനെയാണെങ്കിൽ പുറകിൽ ഞാനിങ്ങനെ കാണിക്കും ഇങ്ങനെ. അപ്പോഴേക്കും എല്ലാവരും ഒരു റൗണ്ട് ഇങ്ങനെ കിടക്കും. അതൊക്കെ ഉറപ്പായിട്ടും നമ്മൾ